നമസ്കാരം. നമസ്കാരം. ഇവിടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. അതെ അതെ. തൃശ്ശൂരാണോ വോട്ട്? അതെ അതെ. അപ്പോൾ തൃശ്ശൂർ BJP ഒരു 3-4 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? കിട്ടരുതെന്നാണ് ആഗ്രഹം. പിന്നെ കഴിഞ്ഞ വർഷം 50,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് BJP പാർലമെന്റിലേക്ക് സീറ്റ് എടുത്തിട്ട് പോയതാണ്. അതിവിടെ പൂങ്ങുന്നത്ത് അറിയുന്ന ഒരു വീട്ടിലെ 40-ൽ പരം വോട്ടുകളാണ് ഒരു വീട്ടില്. അത്രയോ വർഷങ്ങളായിട്ട് ആ സ്ത്രീ ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. അതേ വീട്ടിലിപ്പം കഴിഞ്ഞ കൊല്ലോ അതിന്റെ മുന്നത്തെ കൊല്ലോ ജീവിച്ചിരുന്നവരാണ് എന്ന് പറയാൻ പോലും പറ്റൂല. അപ്പം എത്രയോ വർഷങ്ങളായിട്ട് ആ ഫ്ലാറ്റ് ബുക്ക് ചെയ്തത് തൊട്ട് അവരാണ് അവിടെ താമസിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരുമ്പം തീർച്ചയായിട്ടും BJP വിജയിക്കണമല്ലോ. അപ്പം തൃശ്ശൂർ പൂരം ഞങ്ങളൊക്കെ ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് തൃശ്ശൂർക്കാരുടെ ഈ തൃശ്ശൂർ പൂരം. അത് ഇത്ര വലിയ അലമ്പാക്കി ഉണ്ടാക്കിയത് 2 കൂട്ടരാണ്. ഒന്ന് ഇവിടുത്തെ MLA അന്നേരം കുടിച്ച് മതോന്മത്തനായി കിടക്കുകയായിരുന്നു. ഓക്കെ. 2 അന്ന് സേവാഭാരതിയുടെ വണ്ടിയിലെ സുരേഷ് ഗോപിയുടെ വരവും ഈ പോലീസുകാരുടെ ഇത്തരം പരിപാടികളും എന്തിനു വേണ്ടിയാണെന്നുള്ളത് ഇന്നും ജനങ്ങൾക്ക് അണ്ടർസ്റ്റുഡാണ്. പക്ഷെ അതിനൊന്നിനും ഒരു ആധികാരികമായ ഒരു സംവിധാനങ്ങളും അതാണ് കറക്റ്റ്. അപ്പോൾ ഈ വക സംവിധാനങ്ങൾ നടക്കുന്നിടത്തോളം BJPക്ക് ഒരു പക്ഷേ 4 അല്ല 40 സീറ്റ് വരെ കിട്ടാൻ വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നടത്തുന്ന, നിങ്ങൾ അഭിമാനത്തോടെ നടത്തുന്ന ഒരു ഉത്സവം അലങ്കോലമാക്കിയതിന്റെ പിന്നിൽ ഇവർ രണ്ടുപേരും ഉണ്ട്. ഒരാളുടെ കെടുകാര്യസ്ഥത, ഉത്തരവാദിത്തക്കുറവ്, പിന്നെ ഇത്രയും മദ്യപാനശീലമൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊന്നും ഇവിടെ MLA-മാരായിട്ട് ആരും പൂജിക്കരുത്. എന്ത് പാർട്ടി അടിമത്തം ഉണ്ടെങ്കിലും അത്തരം മോശമായ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനോ സ്ഥാനങ്ങളിലിരുത്താനോ പാടില്ല. അതും അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇപ്പം ഡൽഹിയിലൊക്കെ ആം ആദ്മി പാർട്ടി രാഘവ് ചന്ദ്രയൊക്കെ അവിടെ പറയുന്നുണ്ട്, ഈ റൈറ്റ് ടു റീകോൾ, റൈറ്റ് ടു റിജക്റ്റ്. ജനങ്ങൾക്ക് റിജക്റ്റ് ചെയ്യാനും പാർട്ടിക്ക് തിരിച്ചു വിളിക്കാനും അല്ലെങ്കിൽ ജനങ്ങൾക്ക് തിരിച്ച് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറ്റിക്കളയാനുള്ള ആ സ്വാതന്ത്ര്യം അതിവിടെ പ്രാബല്യത്തിൽ വരണം. അങ്ങനെ വന്നാലേ ജനാധിപത്യമാവുള്ളൂ. ഇതിപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്ന പാർട്ടീനെ വിജയിപ്പിക്കുന്നു, ഇഷ്ടപ്പെട്ട ആളുകളെ വിജയിപ്പിക്കുന്നു, അധികാരം കിട്ടിക്കഴിയുമ്പം അവർക്ക് എന്ത് തോന്നിവാസവും ആകാം എന്നാണെങ്കിൽ ജനങ്ങൾക്ക് അവരെ വേണ്ടെന്ന് വെക്കാനുള്ള അവകാശവും തോന്നിവാസ തിരിച്ചു വിളിക്കാനുള്ള അവകാശവും ഉണ്ടായാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അതിനേക്കാളും ഉപരി ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ വർഷം ഈ മണ്ഡലത്തിലെ പുരുഷന്മാരാണെങ്കിൽ അടുത്ത വർഷം സ്ത്രീകൾ, അല്ലെങ്കിൽ ഇന്ന ആളല്ല, അല്ലെങ്കിൽ അവിടെ SC, അങ്ങനെയുള്ള പല ഇതുകൾ വരികയാണ്. അങ്ങനെ വരുമ്പം എന്തായാലും അടുത്ത കൊല്ലം MLA ആവാൻ എനിക്ക് പറ്റില്ല. എന്നാൽ പിന്നെ ഇവിടെ എന്ത് കാട്ടിക്കൂട്ടിയാൽ എന്താണെന്നുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ഒരു സംവിധാനത്തിനും എന്തെങ്കിലും ഒരു മാറ്റം നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ നമുക്കിന്ന് പറയാനേ പറ്റുള്ളൂ. പണ്ട് ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ടായിരുന്നു. ഇന്ന് ജനാധിപത്യം ഇല്ല. അത് ഇല്ല എന്ന് പറയുമ്പം നമുക്ക് തോന്നും നമ്മൾ വോട്ട് ചെയ്യണത് എവിടേക്കാണ് പോകുന്നതെന്ന് നമുക്കൊരു വ്യക്തതയില്ല. നമ്മൾ ചിലപ്പം കോൺഗ്രസിനാവും ചെയ്യുന്നത്, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റിനാവും ചെയ്യുന്നത്, ചിലപ്പോൾ BJPക്കാവും. പക്ഷേ ഇത് പോകുന്നത് എവിടേക്ക് എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്, എങ്ങനെയാണ് എന്നുള്ളതിനൊന്നും ഒരു വ്യക്തതയുമില്ല. വോട്ട് ചെയ്യുന്നിടത്തല്ല കിട്ടുന്നത്. ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ജനാധിപത്യം മരിച്ചു, അല്ലെങ്കിൽ വെന്റിലേറ്ററിലാണ്. വിജയിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ബദൽ സംവിധാനം ഇന്നുള്ള LDF, UDF, BJP ഈ 3 സംവിധാനങ്ങൾക്ക് അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് 101% എഴുതി ഒപ്പിട്ട് തരാൻ പറ്റും. ഒരു ബദൽ സംവിധാനം 2020 വരുമ്പം നമ്മൾക്കൊരു വലിയ സന്തോഷം ഉണ്ടായിരുന്നു. ഉയർന്നു വരണം, പൊങ്ങി വരണം എന്ന്. ഇന്ന് NDAയുടെ ഒരു നീക്കുപോക്കിലേക്ക് വന്നപ്പം ED, CBIനെ കാട്ടി, കേന്ദ്ര ഏജൻസികളെ കാട്ടിക്കൊണ്ട് ഇന്ന് ജനങ്ങളെ അല്ലെങ്കിൽ അഴിമതി കാണിക്കുന്നവരെയും വലിയ വലിയ കോർപ്പറേറ്റുകളെയും ഭീഷണിപ്പെടുത്തി നിർത്താനും ഇപ്പം കഴിഞ്ഞൊരു 5-8 കൊല്ലത്തിനുള്ളിൽ 400 ചില്ലുവാനും കോൺഗ്രസിൻ്റെ അതോറിറ്റികൾ BJPയിൽ ചെന്ന് വീണു. അവിടെ ചെന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ അത് ക്ലീനായി, വാഷിംഗ് മെഷീനാണ്. ഓക്കെ, അവരുടെ അഴിമതികൾ മുഴുവൻ പോയി. പിന്നെ EDനെയും CBIനെയും അവർക്ക് പേടിക്കേണ്ട. കേന്ദ്ര ഏജൻസികളെ വെച്ചുകൊണ്ടാണ് ഇവർ ഇത്തരം തെമ്മടിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും. സോറി, ഞാനിങ്ങനെ അൺപാർലമെൻ്ററി വേർഡ് ഉപയോഗിച്ച ആ വേർഡിനേക്കാൾ ആപ്റ്റായിട്ടുള്ള ഒരു വേർഡും ഇന്നില്ല. ഇന്ന് ജനാധിപത്യം നടക്കുന്ന അത്തരത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഇവിടെ ഒരു ഫ്യൂച്ചർ, ഇവിടെ ഒരു വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? ഈ ആം ആദ്മി പാർട്ടിക്ക് ഫണ്ട് കുറവാണ്, എൻ്റെ കാഴ്ചപ്പാടാണ്.
ആം ആദ്മി പാർട്ടിക്ക് ഫണ്ട് കുറവാണ്, പ്രവർത്തിക്കാൻ ഈ എന്താ പറയുക കള്ളോ കഞ്ചാവോ മറ്റു സംവിധാനങ്ങളൊന്നും കൊടുത്തും കൂലി കൊടുത്തും ആളുകളെ വെക്കില്ല. ഒന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആം ആദ്മി പാർട്ടിയിൽ വരുന്നത്. ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള IAS IPS ഡോക്ടറേറ്റും ഡോക്ടർമാരും പ്രൊഫസർമാരും ഒന്നും ഒരിക്കലും ഇൻകുലാബ് വിളിക്കാനോ പോസ്റ്റർ ഒട്ടിക്കാനോ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നടക്കാത്ത പക്കം എന്താ ഉണ്ടാവുന്നത്? ആളുകളെ പ്രത്യക്ഷത്തിൽ അത് കാണുന്നില്ല. ഇന്ന് ജനങ്ങളുടെ ഒരു താല്പര്യമാണ് ഒന്നുകിൽ ജയിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് കുറഞ്ഞ പക്ഷം ജയിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവുന്ന ഒരു പാർട്ടി. ഇത് ആളുകളെ കാണാത്ത പക്കം ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നുള്ള താല്പര്യം അവർക്കുണ്ടാവില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു, ഞാൻ 25 വർഷം ഡൽഹിയിലായിരുന്നു. എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് അറിവനുസരിച്ച് ഞാൻ പറയുന്നു, ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്താൽ വിജയിക്കേണ്ട പാർട്ടി ആം ആദ്മി പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുവാണെങ്കിൽ ജനങ്ങൾ ജയിക്കും. ജനങ്ങൾ ജയിക്കണമെങ്കിൽ ജയിക്കുന്ന പാർട്ടിയോ ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ ജയിക്കുമെന്ന് വിചാരിക്കുന്ന പാർട്ടിയോ അല്ല ജയിക്കേണ്ടത്, ജനങ്ങളാണ് ജയിക്കേണ്ടത് എന്ന് ജനങ്ങൾക്കൊരു ബോധ്യം ഉണ്ടെങ്കിൽ അവരവർ അർഹതപ്പെടുന്ന ഭരണാധികാരികളെ അവരവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ജനങ്ങൾ ഞങ്ങൾക്ക് അർഹതയുണ്ട്, ഞങ്ങൾക്ക് നല്ല ഭരണം വേണം എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ, ഇപ്പം വെള്ളവും ഇലക്ട്രിസിറ്റിയൊക്കെ അവിടെ ഡൽഹിയിൽ വാങ്ങിയാണ് ജനങ്ങൾക്ക് ഫ്രീ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് 44 നദികളുണ്ട്. 4-5 വർഷത്തോളം 5.5 മാസത്തോളം നമുക്ക് മഴയുണ്ട്. ഈ ജലസംഭരണികൾ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളെ നമ്മൾ സംഭരിക്കാൻ പഠിച്ചാൽ, അതിനെ വേണ്ട പോലെ വിനിയോഗിക്കാൻ പഠിച്ചാൽ, ഈ ജലം തന്നെ മഴവെള്ളം തന്നെ നമുക്ക് വലിയൊരു സമ്പത്താണ്. അതിനെ നമ്മൾ നന്നായി വിനിയോഗിക്കാൻ പറ്റും. ഇതൊന്നും ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കൊന്നും താല്പര്യമുള്ള വിഷയമല്ല. അതല്ലാത്തോടത്തോളം കാലം രാഷ്ട്രീയം നന്നാവില്ല. ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിട്ട് ജനങ്ങൾ ജയിക്കേണ്ട പാർട്ടിക്ക് വോട്ട് ചെയ്താൽ ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയോ 2020 ഉള്ള സംവിധാനങ്ങളൊക്കെ ജയിച്ചേനെ. ഇപ്പോൾ 2020 NDAയിൽ പോയതോടുകൂടി ആളുകൾക്ക് താല്പര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആം ആദ്മി പാർട്ടിയൊക്കെ ജയിച്ചു വരികയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഏതെങ്കിലും XOR ഏതെങ്കിലും ജനങ്ങൾക്ക് മൂല്യമുണ്ട്, ജനങ്ങളെ സേവിക്കണം, ജനക്ഷേമ രാഷ്ട്രീയം നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സംവിധാനത്തിന്, LDF UDF BJP അല്ലാത്ത ഒരു സംവിധാനത്തിന് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും അവരെ വിജയിപ്പിക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി നിന്നാൽ, ഡൽഹിയിലെ പോലെ പഞ്ചാബിലെ പോലെ ഇപ്പം സ്റ്റാലിൻ നന്നായി ഭരിക്കുന്നുണ്ട്, അതുപോലെയൊക്കെയുള്ള ആളുകൾ മുന്നോട്ട് വന്ന് നല്ല ഭരണം കിട്ടും, അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ സുഖമാണ്. അതുപോലെയുള്ള സംവിധാനം കേരളത്തിലെ ഈ തുടർഭരണം ഉണ്ടാകുമോ? പിണറായിയുടെ തുടർഭരണം ഉണ്ടായാൽ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ എന്താ പറയുക കലാശക്കുട്ട് എന്ന് നമുക്ക് വിചാരിക്കാം. കോൺഗ്രസിൻ്റെയോ? കോൺഗ്രസിന് കേന്ദ്രത്തിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ശരിക്കൊരു യഥാർത്ഥ പ്രതിപക്ഷമാവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ വകത്തെ മടുത്തരങ്ങളൊന്നും ഇവിടെ നടക്കില്ലായിരുന്നു. പക്ഷെ ഒരു നല്ല നേതാവില്ലാഴികയുണ്ടോ കോൺഗ്രസ്? നേതാവില്ലാഴികയല്ല, അവരിലൊക്കെ നല്ല നേതാക്കളുണ്ട്, നല്ല യൂത്തുകളുണ്ട്, എല്ലാം ഉണ്ട്. അവരുടെ പ്രശ്നം അതിൻ്റെ ഉള്ളിൽ തന്നെ എന്താ, എത്രയോ യുവാക്കളും എത്രയോ നല്ല കഴിവുള്ളവരും ഉള്ളപ്പോൾ അതിന്റെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കിയത് എത്ര വയസ്സുള്ള ആളിനെ? അത് മാത്രമല്ല അവരുടെ ഇടയ്ക്കുള്ള അവരുടെ പിടിവലികളും അവരുടെ ഇടയിൽ അവർക്ക് തന്നെ അവൻ എന്നെക്കാൾ ഉയരോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനെ എങ്ങനെ കുതികാല് വെട്ടി. അദ്ദേഹം ഒരു നല്ലൊരു യോഗ്യതയുള്ള ഒരു മനുഷ്യന്, നല്ല നോളേജ് ഉണ്ട്. കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലേക്ക് പോലും അദ്ദേഹം വളരെ സ്വീകാര്യനാണ്, അല്ലെങ്കിൽ യോഗ്യനാണ് എന്ന് തിരിച്ചറിവുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ അറിവ് എല്ലാം ജനങ്ങൾക്ക് അതൊരു ബോധ്യപ്പെടുന്നൊരു കാര്യം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹം അഭിമതനല്ല. സോ ഇതാണ് ഈ രാഷ്ട്രീയ വടംവലിയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അതെ, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെ എന്തുമാത്രം സമരങ്ങൾ ഇപ്പോൾ ഇവർ കാട്ടിക്കൂട്ടുന്നപ്പോൾ ഒന്നും വേണ്ട. ഇപ്പോൾ ഗണേഷിൻ്റെ കാര്യം, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ വലിയ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ, ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ അദ്ദേഹം ജനപ്രതിനിധി ഒരു MLA ആകുന്നതിന് മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യം, വിവാഹിതനല്ല, അദ്ദേഹം എന്താ പറയുക ഗൃഹസ്ഥനല്ല, ചെറിയ പ്രായമാണ് അല്ലേ, നമുക്കൊക്കെ ഈ ചെറുപ്രായങ്ങളിൽ ഉണ്ടാവുന്ന കുറേ കെടുതികൾ. ഇത് ചെയ്യണം എന്നല്ല കേട്ടോ, അതിന് ന്യായീകരിക്കല്ല, മറിച്ച് ഒരു യുവാവ് എന്ന നിലയ്ക്ക് പക്വത വരുന്നതിന് മുമ്പുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. അതും ഈ സ്ത്രീകൾ അവർ ഗൃഹസ്ഥരാണ്, അവർ ഭാര്യമാരാണ്,
അതിനേക്കാൾ ഉപരി അവർ ചെരുപ്പ് വാങ്ങിക്കൊടുത്തും വാച്ച് വാങ്ങിക്കൊടുത്തും ഷർട്ട് വാങ്ങിക്കൊടുത്തും ഹോട്ടലിൽ റൂം എടുത്തു കൊടുത്തും അവർ എന്താ പറയുക ഇത് ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഗൾഫിലേക്ക് അവരെ കാണാൻ ചെല്ലാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ ഒക്കെ അവർ അതിന് വേണ്ടി പണം മുടക്കിയവരാണ്. എന്നിട്ടും അവർ അതിജീവിതകളും അവൻ കുറ്റവാളിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 60 കഴിഞ്ഞ ഗണേഷ് കുമാർ പല കല്യാണങ്ങൾ കഴിഞ്ഞിട്ടും അവരെയൊക്കെ എന്ത് ചെയ്തിരിക്കണു? ഇത്രയും സ്ത്രീകൾ അദ്ദേഹം അയാൾ പറയണു 5000-ൽ പരം പ്രണയങ്ങളുണ്ടെന്ന്. പ്രണയത്തിന് അദ്ദേഹം നെഹ്റു തൊട്ട് നമ്മുടെ മലയാളികളുടെ അഹങ്കാരമായ നമ്മുടെ മാധവി കുട്ടി മേഡത്തിനെ വരെ ഉദാഹരീകരിച്ചുകൊണ്ടാണ് ഇതുപോലെയുള്ള ഈ പച്ച മലയാളത്തിൽ പറഞ്ഞ ചെറ്റ പൊക്കാൻ പോകുന്ന പരിപാടിയല്ല അവരൊന്നും ചെയ്തിരുന്നേ. അവർക്കൊക്കെ അതിനൊരു ക്വാളിറ്റി അതാ. ഇത് ഈ ഇത്രയും വലിയ മോശം പരിപാടികൾ ചെയ്തിട്ട് ഇതിനെ പ്രണയം എന്ന് പേരിട്ട് പ്രണയത്തിൻ്റെ ഡെഫിനേഷൻ അതിൻ്റെ ഒരു മീനിങ് ഇദ്ദേഹത്തിനെ പറ്റി ഇദ്ദേഹം വേശ്യാലയങ്ങൾ അല്ലെങ്കിൽ വേശ്യാവൃത്തിക്കാണ് പ്രണയം എന്ന് പറയണമെന്നാണ് ഗണേഷ് കുമാറിൻ്റെ ഒരു ചിന്ത. അതാണ് അവിടെ ഉണ്ടായ ഒരു പ്രശ്നം. അപ്പം അതൊക്കെ ഇന്ന് ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നതിന് ഇവിടെ ഇടതുപക്ഷത്തിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ചെറുപ്രായമുള്ള അവൻ ചെയ്തത് ന്യായമാണെന്ന് 1% പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു MLA ഒക്കെ ആവാനും വേണ്ടി കൂടിയാണല്ലോ യുവാവായി അവൻ ഇത് പ്രവർത്തിച്ചു വന്നത്. അപ്പോൾ അത് ചെയ്തതിന് ഞാൻ ന്യായീകരിക്കുന്നില്ല. മറിച്ച് അദ്ദേഹം ഒരു ജനപ്രതിനിധി എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെ വിളിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പിന്നാലെ പോവില്ലായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലിയ തെറ്റാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. സ്വന്തം ഭാര്യയുള്ള വീട്ടിൽ സ്വന്തം ഭാര്യയുടെ കാണുക ഇത്രയും വലിയ വൃത്തികേട് ചെയ്ത് ഇത്രയധികം പരസ്ത്രീകളെ പ്രാപിച്ചിട്ട് അദ്ദേഹം എൻ്റെ പ്രണയമാണ് അതൊക്കെ എന്ന് പറയുന്ന ഒരു ഉളുപ്പില്ലായ്മയുണ്ടല്ലോ. തന്നെയല്ല 2 ആഴ്ചയായിട്ടുള്ളൂ മാങ്കൂട്ടത്തിലിന് ഇത്രമാത്രം വിമർശിച്ചിട്ട്. ആ വിമർശിച്ച ഗണേഷ് കുമാറാണ് ഇപ്പോൾ ഇതിനെ പ്രണയം എന്ന് പേരിടുന്നത്. അപ്പോൾ മാങ്കൂട്ടത്തിൽ എന്താ ഇത് പ്രണയമാവില്ലേ? എന്ത് മര്യാദക്കേടാണ് ഈ പറയുന്നത്? വളരെ മോശം. ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾ അടിപടലേ മാറ്റാൻ കഴിവുള്ള ഒരു ഗാന്ധിയെ പോലെ. ഇതിനകത്ത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു കണ്ണീരിന്റെ ഒരു ശാപം ഗണേശനെ പിന്തുടരുന്നുണ്ടോ? അതൊക്കെ ഇപ്പം നമ്മൾക്ക് അദ്ദേഹത്തെ കുടുക്കിയത് ഉമ്മൻചാണ്ടി നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കുടുക്കിയതാണെന്നും അദ്ദേഹത്തിൽ സത്യസന്ധനാണെന്നും ഈ സരിതയായിട്ടെന്നല്ല ഈ വിഷയങ്ങളായിട്ട് പോലും ഒരു പരിധി വിട്ടൊരു ബന്ധമുണ്ടെന്ന് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം ചിലപ്പോൾ ആൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെയൊക്കെ പോയിണ്ടാവാം. അല്ലാതെ അതിപ്പോൾ ഒരു സംവിധാനത്തിലിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മുടെ അവസ്ഥകൾ. അപ്പോൾ അത് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം എന്നല്ലാതെ അദ്ദേഹം ഇതിലൊന്നും ഒരു ശതമാനം പോലും കാര്യങ്ങളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തോട് നമുക്ക് വലിയ ബഹുമാനമാണ്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ കണ്ണീരോട് പറഞ്ഞത് ഗണേശനായിരുന്നു ഇതിന്റെ പിന്നില് ഗണേശൻ മാത്രമല്ല പലവരും ഉണ്ട്. പലവർക്കും എന്താ പറയുക, നമ്മൾ ഈ ആങ്ങളെ ചത്താലും നാത്തുവിൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടല്ലോ. അതുപോലെയാണ് പലവരും അതിനു വേണ്ടിയൊക്കെയാണ് പ്രവർത്തിച്ച് ഓരോരുത്തർക്കും അതിൻ്റേത്. ഇപ്പം ഗണേശന് എങ്ങനെ മന്ത്രിസ്ഥാനങ്ങൾ കിട്ടുന്നു? ഇതിലെ ഇത്രയും പഴയ കാലം തൊട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ തന്നെയില്ലേ. കോൺഗ്രസിൽ നിന്ന് വന്നപ്പോഴേക്കും എങ്ങനെയാണ് ഈ മന്ത്രിസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്? എന്ത് തെറ്റ് ചെയ്താലും LDF എന്തുകൊണ്ട് ന്യായീകരിക്കുന്നു, കൂടെ ചേർത്ത് നിർത്തുന്നു? മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിക്കണം എന്ന് പറയാൻ ഇവർ കാണിച്ച ആർജവമൊന്നും ഈ ഗണേഷ് ഈ മാതിരി കാര്യങ്ങൾ സ്വന്തം ഭാര്യമാർ തന്നെയാണ്, ആദ്യത്തെ ഭാര്യ ഇപ്പോഴത്തെ ഭാര്യ എല്ലാ ഭാര്യമാർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് കൊണ്ടുവരുന്നത്. അച്ഛൻ അദ്ദേഹം അത് എൻ്റെ കുടുംബക്കാർ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒക്കെ വിത്ത് പ്രൂഫാണ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇവർ പുറത്താക്കുന്നില്ല? അപ്പം എന്താ രാജിവെക്കണ്ടേ? അപ്പം എന്താ പാർട്ടി പുറത്താക്കണ്ടേ? അതെന്താ ഈ ഞാനിടുമ്പോൾ ബർമുട, മറ്റുള്ളവരിടുമ്പോൾ അത് വള്ളി ട്രൗസർ, എന്ത് പരിപാടിയാവുന്നത്? അതൊക്കെ ഒരു തെറ്റായ പരിപാടികളാണ്. ന്യായമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഈ സ്ത്രീ പീഡന കേസും നല്ല യുവാക്കളായിട്ടുള്ള ആളുകളൊക്കെ കയറി വരുമ്പോൾ ഈ 60 കഴിഞ്ഞവരെയൊക്കെ മാറ്റിയിട്ട് യുവാക്കളായിട്ടുള്ള ആൾക്കാർ കയറി വരുമ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സംവിധാനങ്ങൾ ഒരുക്കാനുള്ളവർ തന്നെ യുവാക്കളെ അടിപടല എങ്ങനെയെങ്കിലും തേച്ച് മാറ്റി കളയണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നത് പോലെ തന്നെ ഒരു 40 വയസ്സിനുള്ള ഒരു ആൾക്കാർക്ക് ഒരു 30% 40% കൊടുക്കാൻ പാർട്ടികൾ തയ്യാറാവണം അല്ലേ? അതിനേക്കാൾ ഉപരി ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീകൾക്ക് എവിടെ സംവരണം? സ്ത്രീകൾക്ക് എന്തിനാണ് സംവരണം? സംവരണം നിയമത്തിലല്ലേ ഉള്ളൂ. ഏത് പാർട്ടിയിലായിക്കോട്ടെ, ഏത് സംഘടനയിലായിക്കോട്ടെ, സ്ത്രീകൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തോട്ടെ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോട്ടെ, അവരെ ഒരു പരിധി വിട്ട് പൊന്തി വരണമെന്ന് കണ്ടാൽ ഒന്നില്ലേ അവളൊരു പെണ്ണല്ലേ,
എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡുള്ള ആളുകളും കാരണന്മാർ തന്നെയാണ് ഇന്നും പല പാർട്ടികളുടെയും തലപ്പങ്ങളിൽ ഇരിക്കുന്നത്. പണിയെടുക്കുന്നവരെ ഒതുക്കി മൂലക്കിടുക, ഇന്നലെ കയറി വന്നല്ലെങ്കിൽ ഒരു പണിയും വെളിവില്ലാത്ത, ഒരു ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ആളുകളെ മുൻനിരയിലേക്ക് വയ്ക്കുക. പല കാര്യങ്ങളാണ് സ്വാധീനം, പണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പലതുമായിരിക്കാം. നമുക്ക് വേണ്ടപ്പെട്ടവർ ഈ പിൻവാതിൽ നിയമനങ്ങൾ സംസ്ഥാന തലത്തിൽ നടക്കുന്നത് പോലെ തന്നെ ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഗുണ്ടകളാണ്. എങ്ങനെ ഗുണ്ടകൾ വരുന്നു? ആ തിരുവനന്തപുരത്ത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 1ാം റാങ്കും 2ാം റാങ്കും 16ാം റാങ്കും കിട്ടിയ പിള്ളേർ അവിടെ ഇരുന്ന് അവരുടെ സർട്ടിഫിക്കറ്റ്, അവരുടെ റാങ്ക് ലിസ്റ്റിൽ വന്ന ഇത് കീറിക്കളഞ്ഞ് തീയിട്ട് കളഞ്ഞ് അവരുടെ ജീവിതം അവർ ഹോമിച്ചിട്ടാണ് അവരവിടെ നിന്ന് മാറിപ്പോയി. ആശാ വർക്കർമാരിയ്ക്കണു, അവർക്ക് എത്ര രൂപയാണ് ഒരു ദിവസം വേതനം? ഇവർ തന്നെയല്ലേ തൊഴിലാളി സംഘടനകളുടെ നേതാക്കളൊക്കെ ഇന്ന് ശതകോടീശ്വരന്മാരും എന്താ പറയുക അതുപോലെ കോടീശ്വരന്മാരായി മാറിയിരിക്കുന്നു. ശബ്ദമൊന്നുമല്ല, അതൊക്കെ അതുക്കും മേലെ, അതൊക്കെ അറിയപ്പെടുന്നതാണ്. 1 രൂപയുടെ പണിയെടുക്കാത്ത ഈ നേതാക്കൾ മുഴുവൻ എങ്ങനെ ഇത്രയും ഉയർച്ചയിൽ വരുന്നു? വിദ്യാഭ്യാസം ഇല്ല, യാതൊരു യോഗ്യതകളില്ല, 1 രൂപയുടെ പണിയെടുത്തിട്ടില്ല, വേർപ്പിൻ്റെ അസുഖമുള്ളവരൊക്കെ അലക്കി തേച്ചിട്ടിട്ട് ഇവർ ഇന്ന് ഓരോ പൊളിറ്റിക്കൽ സംവിധാനങ്ങളിൽ വന്നിരുന്നിട്ട് 100 കോടി 300 കോടി 550 കോടി ഇത് ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ അതിൽ എഴുതാനും ഉളുപ്പില്ല. കാരണം എന്താണെന്നോ, 50,000 കോടിയും 5,000 കോടിയൊക്കെ അവരുടെ വിദേശ നിക്ഷേപങ്ങൾ അവർക്കുണ്ട്. അപ്പം ഇത്രയെങ്കിലും എഴുതണ്ടേ എന്ന് കരുതിയാണ് ഈ എഴുതുന്നത്. മനസ്സിലായോ? അപ്പോഴും ഈ കാണും. ഇത് തന്നെ ഇവർക്ക് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിനർത്ഥമില്ല. എക്സലോജിക്ക് വീണ വിജയൻ്റെ കാര്യം, ഇതിനൊന്നിനും മറുപടി ഇല്ലല്ലോ. ഇപ്പം മകന് ED നോട്ടീസ് വന്നു, അത് ഗായബായി മാഞ്ഞുപോയി, അത് പിന്നെ ഇല്ല, ചോദ്യമില്ല, അഡ്ജസ്റ്റ്. അതുകൊണ്ടാണ് ഇവിടെ BJP ഉയർന്നു പൊന്തി വരുന്നത്. BJPക്ക് ഉയരാനായിട്ടുള്ള ED CBIയുടെ നോട്ടീസുകൾ എത്തേണ്ടടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെല്ലാവരും വശമതരായി. പിന്നെ വോട്ടിംഗ് ഷെയർ കൂടി. ഇവരെ ഈ എന്താ പറയുക, ഇല്ലാത്ത വീടുകളിലും ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലും വിദേശങ്ങളിലുള്ളവരുടെ വീടുകളിലേക്കൊക്കെ ഇവർ നല്ല വൃത്തിയായിട്ട് ആളുകളെ ചേർത്തുന്നുണ്ട് മറ്റുള്ള ജില്ലകളിൽ നിന്ന്, അല്ലെങ്കിൽ ഇവർ ജയിക്കുമെന്ന് തോന്നുന്ന സംവിധാനങ്ങളിലേക്ക്. ഇത് കയറ്റി കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ആ വോട്ട് മാത്രമല്ല ഇവർക്ക് കിട്ടുന്നത്. ഇനി EVM മെഷീനിൽ വല്ല കള്ളത്തരങ്ങളുണ്ടെങ്കിൽ അത് മാത്രമല്ല ഇവർക്ക് കിട്ടുന്നത്. ഇവർക്ക് ഇവിടെയുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കൾക്ക് EDയുടെയും CBIയുടെയും നോട്ടീസ് വിട്ടിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബൂത്തിൽ ഇത്ര വോട്ട് വെച്ചെന്നുള്ള കണക്ക് പറഞ്ഞാണ് ഇവരിപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ തൃശ്ശൂർ കഴിഞ്ഞ പാർലമെൻ്ററി ഇലക്ഷനിൽ നമ്മുടെ സുരേഷ് ഗോപി ജയിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുണ്ടായിരുന്ന പല സംവിധാനങ്ങളും കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. ഇനി നിങ്ങൾ ഇത്തവണത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കോ. BJP ജയിക്കുന്ന സ്ഥലങ്ങളിൽ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ വിട്ടുവീഴ്ച മനോഭാവങ്ങളും നിങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്തോളൂ. നിങ്ങൾക്ക് ചാനലുകാരല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും കോൺഗ്രസ് ജയിക്കുമെന്ന് ഉറപ്പുള്ളിടത്ത് BJP കമ്മ്യൂണിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യും. അതിന് ഇവർക്ക് എത്ര സീറ്റാണ് പറഞ്ഞുറപ്പിച്ചതെന്ന് അത്രയും സീറ്റ് കൊടുക്കും. ഇത് എന്താ പറയുക, ഇതിന് പേര് വേറെയാ പറയേണ്ടത്. നല്ല പച്ച മലയാളത്തിൽ നല്ല ഭാഷയുണ്ട്, പക്ഷേ ഞാനത് പറയുന്നില്ല. നിങ്ങൾ പേരിട്ടോളൂ. ഇത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിനെ രാഷ്ട്രീയം എന്നോ ജനാധിപത്യം എന്നോ ഒന്നും പറയാൻ പറ്റില്ല. ജനാധിപത്യവും വെന്റിലേറ്ററിലാണ്, മതേതരത്വം വെന്റിലേറ്ററിലാണ്. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഏറ്റവും നമുക്ക് അഭിമാനിക്കാവുന്ന 2 സംവിധാനങ്ങളാണ് ജനാധിപത്യവും നമ്മുടെ മതേതരത്വം. ഇത് രണ്ടും ഇന്ന് ഇന്ത്യയിലില്ല, പ്രത്യേകിച്ച് കേരളത്തിലില്ല. ഈ മോദിക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കിട്ടുന്ന സ്വീകാര്യതയെക്കുറിച്ച് പറഞ്ഞാൽ അതുപോലൊരു സ്വീകാര്യത രാഹുൽ ഗാന്ധി വന്ന കസേരയിൽ ഇരുന്ന് കിട്ടുമെന്നുണ്ടോ? ഈ എപ്സ്റ്റീൻ ഫയൽ പോലുള്ള സ്വീകാര്യതയാണോ ഉദ്ദേശിക്കുന്നത്? എപ്സ്റ്റീൻ ഫയലിലൊക്കെ നല്ല അത്യാവശ്യം നല്ല സ്വീകാര്യതയുണ്ട്. അത് വെച്ചാണ് മോദി ഇപ്പോൾ പറയുന്നു റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങരുത്. ഉടനെ മോദി വേണ്ട. ഇതേ സ്ഥാനത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എന്താ ചെയ്തിരുന്നത്? ഇത് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എന്താ ചെയ്തിരുന്നത്? ആ ചെറുത്തുനിൽപ്പിൻ്റെ ഒരംശം ചെയ്യാൻ ഈ 56 ഇഞ്ചിന് പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ഞാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിനെയാണ് കുറ്റം പറയുന്നത് കേട്ടോ. ഞാൻ ഒരാളെ അല്ല പറയുന്നത്, എൻ്റെ നിഷ്പക്ഷതയാണ് പറയുന്നത് എൻ്റെ അർത്ഥം. അപ്പം പിന്നെ ഉണ്ടായ ഒരു കാര്യം, ഇപ്പോൾ റഷ്യയിൽ നിന്ന് 1 മാസത്തേക്ക് വാങ്ങിക്കോളാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞാൽ പെർമിഷൻ അയാൾ ട്രംപ് തരണം. ഇന്ത്യ എന്ത് ചെയ്യണം, എവിടെ നിന്ന് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എത്ര ക്വാണ്ടിറ്റി വാങ്ങണം, എപ്പോൾ നിർത്തണം, ഇതെല്ലാം ട്രംപാണ് നിശ്ചയിക്കുന്നത്. നാണുണ്ടോ, ഉളുപ്പുണ്ടോ? എന്നിട്ട് 56 ഇഞ്ചാണ് ഞങ്ങളാണ്. ഇന്ന് ഇന്ത്യയുടെ കട എത്രയാണ്?
12 കൊല്ലം മുമ്പ് BJP കയറുമ്പോഴുള്ള ഇന്ത്യയുടെ കട എത്രയാ? അതിൻ്റെ എത്രയോ കൂടുതലാണ്. CAG റിപ്പോർട്ട് വെച്ച് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ. കേരളത്തിൻ്റെ കട നോക്കിക്കോളൂ. 10 കൊല്ലമായാലും ഇവരും ആക്കുന്നു. ഇവർക്ക് അവരെ കുറ്റം പറയാൻ എന്താ യോഗ്യതയുള്ളത്? ഒന്ന് സ്വതന്ത്രമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ ഇതിനെല്ലാത്തിനും അർത്ഥമുണ്ട്. അടിമക്കണ്ണ് വെച്ച് നോക്കിയാൽ ആർക്കൊന്നും പിടികിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി യോഗ്യതയുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അടിസ്ഥാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.